നമസ്കാരം, ഞാൻ ആയൂർ കാവേരി. മറവി ഒരു അനുഗ്രഹമാണെന്ന് പലപ്പോഴും സ്ത്രീകളുടെ കാര്യത്തിൽ പറയാറുണ്ട്. മറ്റൊന്നും കൊണ്ടല്ല. പ്രസവവേദന എന്ന് പറഞ്ഞാൽ അത് വേദന തന്നെയാണ്. ഒരു പ്രസവം കഴിയുമ്പോഴേ സ്ത്രീകൾ പറയും, അയ്യോ എനിക്കിനി കുട്ടിയെ വേണ്ട. പക്ഷേ ഒരു കുട്ടിയെ വാത്സല്യിക്കുമ്പം, അതേപോലെ നമ്മളുടെ ഒരു അമ്മ എന്നൊരു ഫീലിംഗ് വരുമ്പോൾ നമുക്കൊരു കുട്ടിയും കൂടെ വേണമെന്ന് തോന്നും. ഈ ഒരു മറവി ഉള്ളത് കൊണ്ടാണ് പലപ്പോഴും പല വീടുകളിലും രണ്ട് കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ ഒരു കുഞ്ഞിനൊരു കൂട്ടായിട്ട് വേറൊരു കുഞ്ഞ് എന്നൊരു ചിന്ത തന്നെ വരുന്നത്. അല്ലാതെ പ്രസവവേദന ഓർത്ത് കഴിഞ്ഞാൽ ഒരു സ്ത്രീയും ഇനി എനിക്ക് പ്രസവിക്കണമെന്ന് പറയില്ല. പക്ഷെ ആ വേദനകൾക്കൊക്കെ ഒരു നമുക്ക് ടോളറബിൾ ആക്കിക്കൊണ്ട് വന്നത് ഇന്നത്തെ ടെക്നോളജിയാണ്. ഇപ്പം എപ്പിഡ്യൂറൽ ആയിക്കോട്ടെ, സി സെഷൻ ആയിക്കോട്ടെ. ഇപ്പം എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ പ്രസവം ഇവിടെ യു എയിലായിരുന്നു. നാട്ടിൽ നമുക്കൊരു ഫസ്റ്റ് സിസേറിയൻ ആണെങ്കിൽ സെക്കൻഡ് നോർമലിന് നോക്കിയേയില്ല. പക്ഷേ യു എയിൽ എപ്പോഴും പ്രയോറിറ്റി നോർമൽ ആവാൻ പറ്റുമെങ്കിൽ, നോർമൽ ആയില്ലെങ്കിൽ അല്ല വേറെ എന്തെങ്കിലും കോംപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ അവർ സി സെഷനിലോട്ട് പോവുകയുള്ളൂ. അപ്പോൾ ആദ്യത്തെ പ്രസവം ആ ഒരു സിസേറിയൻ്റെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇന്ന് ഉണ്ടായ ഒരു സിസേറിയനിൽ ഒരുപാട് മാറ്റങ്ങൾ, നമുക്ക് റിക്കവറിയിലുണ്ടായ മാറ്റങ്ങൾ. അപ്പോൾ ഈ ഒരു ടെക്നോളജി മാറുന്നതനുസരിച്ച് ആ മെഡിക്കേഷനിലെ കാര്യത്തിനായാലും നമുക്ക് കിട്ടുന്ന കെയറിൻ്റെ കാര്യത്തിൽ ഒരുപാട് മാറ്റങ്ങളുണ്ട്. ഇപ്പോൾ ഒരു സ്ത്രീ പ്രഗ്നൻ്റ് ആകുക എന്ന് പറയുമ്പം അവർ സെൽഫ് എൻജോയ് ചെയ്യുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കാണാത്ത കുഞ്ഞിനെ കാണാനുള്ളൊരാഗ്രഹം, ഓരോ മാസവും ഉണ്ടാകുന്ന ചേഞ്ചസ്, അത് അവരെ ഒരുപാട് രീതിയിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ സഹിക്കാൻ ഇത്തിരി പാടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. നമ്മുടെ ബോഡിയിലുണ്ടാകുന്ന സ്ട്രെച്ച് മാർക്സ്, പിഗ്മെൻറ്റേഷൻസ്, നമുക്ക് ചില മണങ്ങൾ കേൾക്കുമ്പോഴുള്ള ബുദ്ധിമുട്ട്, ഒരു പബ്ലിക്കിൽ പോകുമ്പോൾ ഉള്ള കുറേ ബുദ്ധിമുട്ടുകൾ, ഒരുപാട് നേരം നിൽക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ പലർക്കും ചില പ്ലാസൻ്റ പ്രീവി, അങ്ങനെ പല പല കണ്ടീഷൻസ് ഉണ്ട്. ഒരുപാട് കാര്യങ്ങൾ തരണം ചെയ്താണ് നമ്മൾ ആ ടേം എത്തിച്ച് ആ ലേബർ റൂമിലെത്തുമ്പോഴുള്ള ആ ഒരു പെയിൻ. ഈ ഒരു പെയിൻ നമ്മൾ മറക്കുന്ന ആ കുഞ്ഞിൻ്റെ മുഖം കാണുമ്പോഴാണ്. അത് കഴിഞ്ഞ് നമ്മുടെ റിക്കവറി പീരീഡ്, ഇറ്റ്സ് നോട്ട് ഈസി. അപ്പോൾ ഞാനൊരു ആയുർവേദ ഡോക്ടറായിട്ട് പലപ്പോഴും പോസ്റ്റ് നേറ്റൽ കെയറിനെ പറ്റി പറയാറുണ്ട്. അപ്പോൾ സ്ത്രീയെ പലപ്പോഴും ഒരു പ്രസവം കഴിഞ്ഞ് കഴിഞ്ഞാൽ കുഞ്ഞിനാണ് പ്രയോറിറ്റി എല്ലാവരും കൊടുക്കാറ്. ആ പ്രസവം കഴിഞ്ഞ് സ്ത്രീയെ ആരും നോക്കാറില്ല. അത് കുഴപ്പമില്ല, അത് റിക്കവറി ആയിക്കോളും, അല്ലെ ഇത് രണ്ടാമത്തെ പ്രസവമല്ലേ, ആദ്യത്തെ ആകുമ്പോൾ എക്സ്പീരിയൻസ് ഉണ്ട്. പക്ഷെ നമുക്ക് നമ്മളുടെ ഏജ് അല്ലെങ്കിൽ നമുക്കുണ്ടാകുന്ന മാറ്റങ്ങൾ, അത് റിക്കവറിക്ക് എടുക്കുന്നൊരു ടൈം, അതൊക്കെ ഒരു ടൈം തന്നെയാണ്. അതൊരിക്കലും നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ ആസ് എ ഫീമെയിൽ വി യൂസ് ടു എൻജോയ് എവറിത്തിങ് ബിക്കോസ് നമുക്കൊരു ഫാമിലിയാണ് ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ ഫാമിലി ആസ് ഒരാളും കൂടെ ആഡ് ഓൺ ആകുമ്പോൾ ഒരു ഫാമിലി കുറച്ചും കൂടി വലുതായി. പണ്ട് കാലത്തെന്ന് പറയും 10 മക്കൾ അല്ലെങ്കിൽ അങ്ങനെ ഓരോ കാര്യങ്ങൾ പറയാറുണ്ട്. ഒരു സ്പേസിങ്, ഒരു കുഞ്ഞിന് കിട്ടേണ്ട ഒരു പ്രോപ്പർ കെയർ അവിടെ കിട്ടാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട്. പക്ഷേ ഇന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ പറഞ്ഞു തരാൻ ആൾക്കാരുണ്ട്. നമ്മൾ സ്പേസിങ് ഇടണം, അല്ലെങ്കിൽ ഇത്ര വയസ്സ് ഡിഫറൻസ് ഒരു കുഞ്ഞിന് വേണം, അടുപ്പിച്ചുള്ള പ്രസവം കാരണമുള്ള ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ കുഞ്ഞിനുണ്ടാകുന്ന മാൽന്യൂട്രീഷൻ കാരണമുള്ള പ്രശ്നങ്ങൾ. ഇന്നത്തെ കാലത്ത് എന്ന് പറയുമ്പോൾ സ്കാനിങ് ഉണ്ട്. ഒരു കുഞ്ഞിന് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ പ്രഗ്നൻസി പീരീഡിൽ ആ ലേഡിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഒരു കെയർ ചെയ്യാൻ പറ്റുന്നുണ്ട്. പണ്ട് കാലത്തെന്ന് പറയുമ്പം മരണസംഖ്യ കൂടുതലായിരുന്നു. അതായത് കുഞ്ഞുങ്ങളുടെ ഡെത്ത് റേറ്റ് കൂടുതലായിരുന്നു ജനിക്കുന്നത്, അല്ലെങ്കിൽ അമ്മമാരുടെ ബ്ലീഡിങ് കാരണം മരണപ്പെടുന്നു, അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ പണ്ട് കാലത്തുണ്ടായിരുന്നു. അതിൽ നിന്നൊക്കെ ഒരുപാട് മാറ്റങ്ങൾ ഇന്ന് വന്നു. ഇപ്പം ബ്ലഡ് ബാങ്കുകൾ, ഇപ്പോൾ ഒരുപാട് പേര് ക്യാമ്പ് നടത്തിയിട്ട് റിയൽ ബ്ലഡ് ഗ്രൂപ്പിൽ അത് സേവ് ചെയ്ത് വെക്കുന്നു. ഒരു സിസേറിയൻ എന്ന് പറയുമ്പോഴേ പെട്ടെന്ന് പറയും ഈ ബ്ലഡ് ഗ്രൂപ്പിലുള്ള ആൾക്കാരുണ്ടെങ്കിൽ എല്ലാവരും കൊണ്ടുവരൂ എന്നായിരുന്നു. പക്ഷേ ഇന്നെന്ന് പറയുമ്പം നമുക്ക് ആ ഒരു ടെൻഷൻസ് ഇല്ല. ഒരുപാട് കാര്യത്തിൽ നമുക്ക് ടെക്നോളജി ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. ദാറ്റ് നെവർ മീൻസ് നമ്മൾ അനുഭവിച്ച പെയിന്. ഇപ്പോൾ ഒരു പ്രസവവേദന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ബോഡിയിലെ ബോൺസ് പൊടിയുന്ന അത്രയും വേദനയോടുകൂടിയ ഒരു പെയിനാണ് ആ ഒരു മൊമെൻറ്റിൽ ആ ലേഡി അനുഭവിക്കുന്നത്. അതൊക്കെ തരണം ചെയ്ത് നമ്മൾ പുറത്തു വരുന്നത് നമ്മുടെ ഒരു വിൽ പവർ, അതൊക്കെ കൊണ്ട് തന്നെയാണ്. അതൊരിക്കലും ഒരു എൻജോയ്മെൻറ്റ് അല്ലെങ്കിൽ എൻജോയ് ചെയ്തിരുന്നു എന്നൊന്നും നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല. ആസ് ഒരു ഗ്രൂപ്പ്, ഒരു ഫാമിലി ആയിട്ട് വരുമ്പോൾ നമ്മളത് എല്ലാവരും കൂടെ സപ്പോർട്ട് ചെയ്യുമ്പം നമ്മളത് ഓവർകം ചെയ്ത് വരികയാണ്. ഇന്നത്തെ ഈ ഒരു ടോക്ക് എനിക്കൊരിക്കലും മനസ്സിലാവില്ല. ഇപ്പോൾ എന്നെ സംബന്ധിച്ചോളം എൻ്റെ പ്രസവം ആദ്യത്തത് ഇവിടെ യു എയിലായിരുന്നു. അത് ആദ്യമേ സിസേറിയനായിരുന്നു. അപ്പോൾ രണ്ടാമത്തത് അവർ നോർമലിന് ട്രൈ ചെയ്തു, രണ്ടാമത്തെ നോർമലായിരുന്നു. പക്ഷേ മൂന്നാമത്തത് എൻ്റെത് സിസേറിയനായിരുന്നു. അത് ഓരോ കോംപ്ലിക്കേഷൻസ് കൊണ്ടാണ്. നമ്മൾ പറയുമല്ലോ കുഞ്ഞുങ്ങൾ മഷി ഇടുക, അങ്ങനെ ഒരു കോംപ്ലിക്കേഷനിൽ ഇമ്മീഡിയറ്റ്ലി എനിക്ക് സിസേറിയനായിരുന്നു. അപ്പം നാട്ടിലെന്ന് പറയുമ്പോൾ ഓരോരുത്തർ അവർക്ക് ലേബർ പെയിൻ അനുഭവിക്കാൻ വയ്യ, എനിക്കൊരു ഡേറ്റ് എടുത്ത് തരൂ സിസേറിയൻ, അങ്ങനെയും ചെയ്യുന്നവരുണ്ട്.
ഓരോരുത്തർ ഓരോ രീതിയിലാണ് കാണുന്നത്. ഇപ്പം ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പുറത്ത് പറയുകയാണ്, അയ്യോ എനിക്ക് ഭയങ്കര വേദനയായിരുന്നേ. ഇപ്പോൾ പ്രസവത്തെ പേടിയുള്ളൊരു കുട്ടിയോട് സംസാരിക്കുകയാണെങ്കിൽ അവർ പറയും, അയ്യോ എനിക്കിനി പ്രസവിക്കേ വേണ്ട. അങ്ങനെയല്ല. നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന ഒരാൾ അല്ലെങ്കിൽ ഒരു ഡോക്ടർ, ഇങ്ങനെയുള്ള ആൾക്കാർ ഓരോ കാര്യങ്ങൾ പറയുമ്പം അത് മറ്റുള്ളവരിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് എത്രത്തോളമാണെന്ന് മനസ്സിലാക്കി വേണം നമ്മൾ എപ്പോഴും ഒരാളോട് സംസാരിക്കാൻ. അപ്പോൾ എൻ്റെ ഒരു കസിന് പ്രസവവേദന ഭയങ്കര പേടിയായിട്ട് കണ്ടിരുന്നൊരു വ്യക്തിയായിരുന്നു. ഇല്ല, നമ്മൾ ധൈര്യം കൊടുത്തു. ഇപ്പോഴത്തെ കാലത്ത് എപ്പിഡ്യൂറലുണ്ട്, വേദന അറിയാതെ പ്രസവിക്കാം. എന്നിരുന്നാൽ പോലും ആ പ്രോസസ്സ് സെയിം തന്നെയാണ്. നമ്മൾ സ്ട്രെയിൻ ചെയ്യേണ്ട കാര്യങ്ങൾ വരുന്നുണ്ട് കുഞ്ഞിനെ. അല്ലാതെ ഇപ്പോൾ എപ്പിഡ്യൂറൽ കൊടുത്തുകൊണ്ട് കുഞ്ഞ് ഡയറക്റ്റ്ലി പുറത്ത് വരുമൊന്നുമില്ല. അപ്പോൾ ഈ ഓരോ കാര്യങ്ങളും നമ്മൾ ഒരാളോട് കൺവേ ചെയ്യുന്നതനുസരിച്ചിരിക്കും. സോ ഒരു കുഞ്ഞ്, ഒരു ഫാമിലി, അതൊക്കെ ഒരു ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. അത് അന്നും ഇന്നും ഒരുപോലെ. പക്ഷേ ടെക്നോളജി മാറിയ അനുസരിച്ച് നമുക്ക് ഒരുപാട് കെയർ അല്ലെ റിക്കവറി പീരീഡ് ഇതൊക്കെ ഒരുപാട് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. അതേപോലെ തന്നെ പണ്ടത്തെ കാലത്ത് ഒരു കുഞ്ഞെന്ന് വരെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. അത് ഓരോരുത്തരുടെ പേഴ്സണൽ ഇഷ്ടമാണ്. ഇപ്പോൾ 10 കുഞ്ഞുങ്ങൾ വേണോ, 2 കുഞ്ഞുങ്ങൾ വേണോ, 3 കുഞ്ഞുങ്ങൾ വേണോ, അതൊന്നും ചോദ്യം ചെയ്യാൻ മറ്റുള്ളവർക്ക് ഒരു പ്രസക്തിയില്ല. നമുക്ക് അവരെ വളർത്താൻ കപ്പാസിറ്റി ഉണ്ടോ. ഒരു വ്യക്തി എന്നോട് ചോദിച്ചു, നിങ്ങളുടെ നാട്ടിൽ നിന്ന് കുടുംബാസൂത്രണം ഇല്ലേ? അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തികളുടെ ഇഷ്ടമാണ്. എത്ര കുഞ്ഞുങ്ങൾ, അവരെ പരിപാലിക്കാൻ കഴിവുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രസവിക്കാം. അങ്ങനെയല്ലേ?